വർഗീയ സംഘർഷത്തെ തുടർന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ പ്രഖ്യാപിച്ച കർഫ്യൂ തുടരുകയാണ്. ഛത്രപതി സംഭാജി നഗർ ജില്ലയിലെ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് ബജ്രംഗദളും വിഎച്ച്പിയും നടത്തിയ പ്രതിഷേധമാണ് വർഗീയ ഏറ്റുമുട്ടലായി മാറിയത്. സംഘർഷത്തിൽ ACP അടക്കം 13 പോലീസുകാർക്കും പരിക്കേറ്റു. ജനങ്ങളോട് സംയമനം പാലിക്കാൻ മുഖ്യമന്ത്രി ഫട്നാവിസ് ആവശ്യപ്പെട്ടു. മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബിന്റെ ശവകുടീരം തകർക്കണമെന്ന് ബജ്രംഗദൾ VHP സംഘടനകൾ ആഹ്വാനം നടത്തിയതാണ് പ്രകോപനത്തിന് തുടക്കം. ഹോളി ആഘോഷത്തിനിടെയായിരുന്നു സംഭവം. ഇതോടെ നാഗ്പൂരിലെ വിവിധ മേഖലകളിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുകയും ഹിന്ദു മുസ്ലിം വർഗീയ ചേരിതിരിവുണ്ടാവുകയും ചെയ്തു. ഞായറാഴ്ച രാത്രിയോടെ വാഹനങ്ങൾക്കും കടകൾക്കും വീടുകൾക്കും നേരെ ആക്രമണമുണ്ടായി. നാഗ്പൂരിലെ മഹൽ പ്രദേശത്ത് ശവകുടീരത്തിനെതിരെ പ്രതിഷേധിച്ചവർ ഖുറാൻ കത്തിച്ചുവെന്ന അഭ്യൂഹം പരന്നതോടെ സംഘർഷം രൂക്ഷമാവുകയായിരുന്നു. രാത്രി 7 മണിയോടെയാണ് സംഭവം. പോലീസ് ലാത്തിചാർജും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. സംഘർഷത്തിനിടെ 3 ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർമാർ അടക്കം 13ഓളം പോലീസ് ഓഫീസർമാർക്കും പരിക്കേറ്റു. ഇതിൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നികേതൻ കദമിന്റെ പരിക്ക് ഗുരുതരമാണ്. അക്രമവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന 30ഓളം പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഓൾഡ് ബിഷപ്പ് കോളേജ് സ്ട്രീറ്റിൽ കാറുകളും ബൈക്കുകളും വ്യാപകമായി കത്തിക്കപ്പെട്ടു. ബജ്രംഗദൾ റാലിയുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതും സംഘർഷാവസ്ഥ കൂട്ടി. ഹൻസപുരിയിലെ ഓൾഡ് ബാന്ദ്ര സ്ട്രീറ്റിലും ആക്രമണമുണ്ടായി. ഖുൽദാബാദിലുള്ള ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന് പൂനെ, കോലാപ്പൂർ, നാസിക്, മലേഗാവ്, നാഗ്പൂർ, അഹല്യാനഗർ തുടങ്ങിയ ജില്ലകളിലാണ് VHP ബജ്രംഗദൾ പ്രതിഷേധം. കോട്ട്വാലി, ഗണേഷ് പീഠ് താലൂക്ക്, ലഡാക്ക് ഗഞ്ച്, പഞ്ച്പോലി, ശാന്തിനഗർ, സക്കർദ, നന്ദാവൻ, ഇമാംബാഡ, യശോദാനഗർ, കപിൽ നഗർ എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞയുള്ളത്. അതേസമയം ആക്രമണ സാധ്യത മുന്നിൽ കണ്ടിട്ടും പോലീസ് കർക്കശമായ മുൻകരുതൽ നടത്തിയില്ലെന്നും വിമർശനമുണ്ട്. അതിനിടെ സമാജ്വാദി പാർട്ടി MP അബു ആസ്മി ഔറംഗസേബിനെ പുകഴ്ത്തി പ്രസംഗിച്ചത് കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചു. സംഘർഷം രൂക്ഷമായതോടെ ജനങ്ങളോട് സംയമനം പാലിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആക്രമണങ്ങളിൽ നിന്ന് ഇരുവിഭാഗങ്ങളും പിന്മാറണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവർ ആവശ്യപ്പെട്ടു. അതേസമയം അക്രമം ബോധപൂർവം ആസൂത്രണം ചെയ്തതെന്ന് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.